നമസ്കാരം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫെസിലിറ്റിയുടെ ST സ്കേപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ മെയിൻ ഓഫീസ്. ഇതൊരു ലോബി, അവിടെ ഒരു കോൺഫറൻസ് ഹാളാണ്. ഇതൊരു വേറൊരു ഓഫീസ്, ഇതൊരു ലോഞ്ച്, സെലിബ്രിറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനാണ്. ഇതൊരു കയറി ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ചെറിയ സ്ഥലമാണ്. കൂടുതൽ ആൾക്കാർ അവിടെയാണ് വരാൻ പോകുന്നത്, അവിടെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നതും. ഇവൻറ്റുകൾ നടക്കണമെങ്കിൽ അവിടേക്ക് ആയിരിക്കും. അപ്പോൾ അവിടെ ഇതേപോലെ ലോഞ്ചുകളും ഫെസിലിറ്റികളും ഗ്രീൻ റൂംസും പിന്നെ സ്റ്റേജ് അല്ലെങ്കിൽ ഫ്ലോറ് എല്ലാം ഒരു 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 ക്ലാസ് അപ്പാർട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹത്തിലാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് സമയമെടുത്തു ചെയ്ത് തന്നു കഴിഞ്ഞപ്പോൾ ഗംഭീരമായി മാറി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കണതൊരു 7 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഒരു റോഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്, എന്നാലും അവിടെയും ഉണ്ട് സ്ഥലം, ഇവിടെയുണ്ട് സ്ഥലം. അപ്പോൾ ഇതിന് മൊത്തം 2 സ്പേസാണുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും പറയാം കേട്ടോ. ഇത് ഇവൻറ്റ് സ്പേസ് എന്ന് പറയാം, ഷൂട്ടിംഗ് ഫ്ലോർ എന്ന് പറയാം, അല്ലെങ്കിൽ ഏത് രീതിയിലും നമുക്ക് പറയാം. കാരണം എല്ലാം മൾട്ടിപർപ്പസ് പരിപാടികൾ നടക്കുന്നുണ്ട്. നമുക്ക് ഫ്ലോറോ അല്ലെങ്കിൽ ഇവൻറ്റോ സ്റ്റേജോ വെന്യൂ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇപ്പോൾ ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആണ് ഏറ്റവും വലിയ ഒരു ഫ്ലോറ് അല്ലെങ്കിൽ സ്പേസ്. അപ്പുറത്തുള്ളത് ഇതിൻ്റെ ഒരു പകുതിയുള്ള സ്പേസ്. ഇവിടെ നേരെ വരുന്നു, വണ്ടികൾ നേരെ പാർക്ക് ചെയ്യുന്നു, നമുക്ക് ഇറങ്ങാം. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇതിൻ്റെ പുറകിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു 3 ഏക്കർ ഒരു ഗ്രൗണ്ടുമായൊരു സ്ഥലത്താണ്, അവിടെയാണ് ബാക്കി പാർക്ക് ചെയ്തത്. ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇവൻറ്റിൻ്റെ മാത്രമല്ല, ഒരു 40 പേർക്ക് ഒരുമിച്ച് മേക്കപ്പ് ചെയ്യാം. അതായത് എല്ലാ ഫെസിലിറ്റിയും, ഒരു ടെക്നീഷ്യൻ ആണെങ്കിലും ഒരു കലാകാരനാണെങ്കിലും അദ്ദേഹത്തിന് കംഫർട്ടായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ്. നമ്മുടെ ക്യാമറ പ്ലേസ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ ക്യാമറ വരും, ക്യാമറ സ്റ്റോർ ചെയ്യാനുള്ള റൂം പോലും ഞാനിത് വെച്ചിട്ടുണ്ട്. ക്യാമറമാനിന് അവർക്ക് ചിലപ്പോൾ ഒരു സമാധാനമായിട്ട് ഇരിക്കാൻ കുറച്ച് സ്ഥലം വേണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമുണ്ട്. ഡയറക്ടർമാർക്ക് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കോൺഫറൻസ് റൂമുകൾ, ഡയറക്ടർ റൂമുകൾ, PCR റൂം എന്ന് പറയുന്നത്. കൺട്രോൾ റൂം സാധാരണ രീതിയിൽ അത്രയും വലിയത് കിട്ടാറില്ല. സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ OB-വാൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്പേസ് എടുത്ത് അവർ സെറ്റ് ചെയ്യും. ഇത് നാച്ചുറലി നമുക്ക് ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കൺട്രോൾ റൂമാണ്. അപ്പോൾ ടെക്നീഷ്യൻസിന് സമാധാനമായിട്ട് വർക്ക് ചെയ്യാം, ആർട്ടിസ്റ്റുകൾക്ക് സമാധാനമായിട്ടും കംഫർട്ടായിട്ടും ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഇതാണ് എൻറ്റയർ സ്പേസ്. നിങ്ങൾ മുകളിൽ നോക്കിയാൽ കാണാം. സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും മുകളിൽ ഇപ്പോൾ DOP അല്ലെങ്കിൽ ഒരു ലൈറ്റ് എൻജിനീയർക്ക് കയറി സമാധാനമായിട്ട് സേഫായിട്ട് നിൽക്കാൻ വേണ്ടി പിടിച്ച് നിൽക്കാൻ പോലുള്ള ട്രെയിലർ ആൻറ്റി കാറ്റ് ബോക്സ് ആണുള്ളത്. സേഫാണ്, സ്ട്രോങ് ആണ്. ആക്ച്വലി ഞാൻ എപ്പോഴും ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ താഴെ നോക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിട്ട് ഞാൻ മേളിൽ നോക്കും, മേളിൽ പോകുന്ന ഒരാൾക്ക് സേഫാണോ. താഴെ എന്തൊക്കെ പറഞ്ഞാൽ ഇത്രയും സ്പേസിൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ശബ്ദം തിരിച്ചടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ ഇല്ല. ഒരു വലിയൊരു ശബ്ദം അവിടുന്ന് ഒരു നല്ല ഡ്രം വായിച്ചാൽ പോലും തിരിച്ച് വരാതെ ഇരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം. അവിടെ സ്ലാബ് അബ്സോർപ്ഷൻ പാനൽസ് എന്ന് പറയും. അബ്സോർപ്ഷൻ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ അടിക്കാതിരിക്കാനുള്ള പാനൽസ് നല്ലതായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ട് പ്രോപ്പർട്ടിയാണത്. നിങ്ങളിനി ആരെങ്കിലും നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പാർക്കിംഗ് ഏകദേശം ഒരു 400 മുതൽ 500 വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാം. ഹാങ് ഔട്ട് സ്ഥലങ്ങളുണ്ട്. ഒരു പ്രോഗ്രാം കാണാൻ വരുന്നവർക്കും പ്രോഗ്രാം ചെയ്യുന്നവർക്കും സമാധാനമായിട്ടും കംഫർട്ടായിട്ടും സേഫായിട്ടും വർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇത്. നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതേപോലത്തെ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്തുള്ളത്. ഒരു ടെലിഫിലിം, ഒരു നോൺ ഫിക്ഷൻ പ്രോഗ്രാം നമുക്ക് ഷൂട്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പുറത്ത്. സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള സ്ഥലങ്ങളാണ്. എത്ര വലിയൊരു സെറ്റ് ഇട്ടാലും അത്യാവശ്യം പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ ഒരു ഡ്രോൺ പറത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോൾ ക്യാമറാമാൻക്ക് അറിയാം, അവിടുന്ന് ഒരു ഡ്രോൺ നല്ല ഫാസ്റ്റി വന്നാലും അത്യാവശ്യം നന്നായിട്ടൊരു ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും. എനിക്ക് എൻ്റെ ഒരു ഇമാജിനറിയിൽ ചിലതിനും പരിമിതിയൊന്നും വേണ്ട, പരിമിതിയൊക്കെ വിട്ടിട്ട് ചെയ്യാന്നുള്ളതാണ്. കൊച്ചി അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത്രങ്ങാനും പരിപാടികളാണ് കൊച്ചിയിൽ നടക്കുന്നത്. നല്ല ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്, വലിയ സിനിമ ഷൂട്ടിങ്ങുകൾ നടക്കുന്നുണ്ട്, വലിയ പരസ്യം നടക്കുന്നുണ്ട്, എക്സിബിഷൻസ് വരുന്നുണ്ട്, ഓട്ടോ എക്സിബിഷൻസ്. 450 കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 കാറെങ്കിലും നമുക്ക് എക്സിബിഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. AC ഹോളാണ്, 2 AC ഹോൾ. അപ്പോൾ എല്ലാം അനുഗ്രഹമാണ്. അപ്പോൾ പക്ഷേ നല്ല ഫോക്കസ്ഡ് ആയിട്ടും ചിന്തിച്ചിട്ടുമാണ്. പിന്നെ എൻ്റെ കൂടെ വളരെ ശക്തമായൊരു ടീം ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടി. ഇത് വരച്ച ആർക്കിടെക്റ്റ് മുതൽ ഇതിൽ അവസാനം ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ്, ടെക്നീഷ്യൻസ്, നല്ല സൗണ്ട് എഞ്ചിനീയേഴ്സ്, അക്കോസ്റ്റിക് എഞ്ചിനീയേഴ്സ്, പിന്നെ എഞ്ചിനീയർമാർ, ഈവൻ ലാൻഡ്സ്കേപ്പ്
അത്യാവശ്യം നല്ല ഒരു പച്ചപ്പ് നമുക്ക് ഫീൽ ചെയ്യണം. അവിടെ നാട് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ആ നാടിൻ്റെയും എല്ലാത്തിനെയും നിലനിർത്തി ഒരു ഹൈ ടെക്നിക്കൽ സ്ഥലമാണ്. ബാക്കി നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ എപ്പോഴേലും ഇവിടെ വരിക. ഇതിൻ്റെ ഞാനിതിൻ്റെ ലൊക്കേഷൻ ഇതിലിടാം. എൻ്റെ പേജിലുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ പേജിലുണ്ടാവും. എൻജോയ് ചെയ്യുക. പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഷൂട്ടിൽ വരുമ്പോൾ കം ആൻഡ് എൻജോയ്, ഹാവ് എ ഗ്രേറ്റ് ടൈം. താങ്ക് യു. ഇത് SD സ്കേപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. SD സ്കേപ്പ്. SD പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. താങ്ക് യു. ബൈ.